ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA മലയാളം സെക്കൻഡ് സെമ്മിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ മുന്നേ എടുത്തു കഴിഞ്ഞിരുന്നു. അതിൻ്റെ നോട്ടൊക്കെ റെഡിയാണ് കേട്ടോ. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ നോട്ട് റെഡിയാണ്. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഒപ്പം തന്നെ അതിൻ്റെ നോട്ട്സ് വേണ്ടവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അതുപോലെ അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അസൈൻമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BA മലയാളത്തിൻ്റെയൊക്കെ അസൈൻമെൻറ്റുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ എൻ്റെ വിശദവിവരങ്ങൾ തരാം കേട്ടോ. നോക്കാം നമുക്ക് ഇതിൽ മലയാളം ചെറുകഥാ സാഹിത്യം, അതാണ് BA സെക്കൻഡ് മലയാളത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ചെറുകഥാ സാഹിത്യം. അതിൽ രണ്ടാമത്തെ ബ്ലോക്ക് ആധുനിക നവോത്ഥാനവും മാനവികതയും എന്നാണ് ബ്ലോക്കിൻ്റെ പേര്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് പൂവമ്പഴം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഇത് വരുന്നത്. പൂവമ്പഴം എന്ന പേരിൽ രണ്ടാളുകൾ മലയാളത്തിൽ കഥ എഴുതിയിട്ടുണ്ട്. ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറാണ്, മറ്റൊന്ന് കാരൂരാണ്. കാരൂർ നീലകണ്ഠപിള്ളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു അവലോകനം എന്നോണം പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോകാം, കഥയിലേക്ക് പോവാം. മധുവിധീൻ, അതായത് ഈ കഥ എഴുതാനുള്ള കാര്യമാണ് അദ്ദേഹം ആദ്യം. എന്തുകൊണ്ട് ഞാനിത് എഴുതി എന്നതാണ് ആദ്യത്തിൽ ബഷീർ പറയുന്നത്. മധുവിധുവിൻ്റെ കാലത്ത് ഭാര്യ പൂവമ്പഴം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞതിനാൽ എങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റും? ഈ വിഷയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ പൂവമ്പഴം എന്ന കഥയിൽ ചർച്ച ചെയ്യുന്നത്. അബ്ദുൽ ഖാദറും ജമീല ബീവിയും തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിനിടയിലെ സ്വാഭാവിക സംഭവങ്ങൾ തനി ബഷീറിയൻ ശൈലിയിൽ, നർമ്മശൈലിയിൽ കഥയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചെറുകഥാകൃത്തും നോവലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അറിയുന്നതാണ്, നമ്മുടെ ലാംഗ്വേജ് പേപ്പറിൽ ഒരു ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ മലയാളത്തിലെ ഏറ്റവും ജനകീയമായ എഴുത്തുകാരനാണ്. വലിയ വായനാ പാരമ്പര്യമോ അല്ലെങ്കിൽ ഭാഷാജ്ഞാനമോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. എങ്കിലും വായനക്കാർക്ക് പോലും എളുപ്പം വഴങ്ങുന്ന സരസമായ ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ഉണ്ടായിരുന്നത്. എണ്ണത്തിൽ വളരെ കൂടുതലൊന്നും അദ്ദേഹം രചിച്ചിട്ടില്ല. എങ്കിലും എഴുതിയത് കൊണ്ട് തന്നെ വളരെ മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നാടൻ ഭാഷാ പ്രയോഗങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന നർമ്മ സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിലും നമുക്ക് കാണാൻ കഴിയും. ബഷീറിൻ്റെ പ്രത്യേക അർത്ഥങ്ങളില്ലാത്ത കുറേ വാക്കുകൾ, പ്രയോഗങ്ങളും ഒക്കെ ബഷീർ കൃതികളിലെ സവിശേഷതകളായിട്ടാണ് കാണുന്നത്. അർത്ഥത്തെ നിർമ്മിച്ചെടുക്കുന്നതാണ്. ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അർത്ഥത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഒരു അർത്ഥം അദ്ദേഹം കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നിരവധി ദേശങ്ങളിലൂടെ നടത്തിയ യാത്രകളും അവിടെയെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ആ അനുഭവങ്ങളും അതുപോലെ തന്നെ ചെയ്ത പല ജോലികളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ, അതായത് തൻ്റെ ജീവിതത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുള്ള ഒരുപാട് കഥകളാണ് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ വിവരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ വരുന്നത്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ബഷീറിൻ്റെ ജനനം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോഴിക്കോട് വന്ന ഗാന്ധിജിയെ കാണാൻ കള്ളവണ്ടി കയറിയിട്ട് അദ്ദേഹം എത്തുകയും ഗാന്ധിജിയെ തൊട്ട കഥ അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഒരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതേപോലെ തന്നെ പിന്നീട് സർ സി പി വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. തങ്കം എന്ന കഥയാണ് ബഷീർ ആദ്യം എഴുതിയത് കേട്ടോ. തങ്കം, നമ്മളോട് ചോദിക്കും. അനേകം ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യാ ഇലാഹി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതി അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അങ്ങനെ വൺവേർഡ് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രം കേട്ടോ. തൻ്റെ തന്നെ നീലവെളിച്ചം എന്ന കഥയ്ക്ക് ഈ ഭാർഗവി നിലയം എന്ന പേരിൽ ബഷീർ തിരക്കഥയും എഴുതിയിട്ടുണ്ട്. പ്രധാന കൃതികളെല്ലാം നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും അനേകം വിദേശ ഭാഷകളിലേക്കും ഒക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 1992 കാലിക്കറ്റ് സർവകലാശാല നൽകിയ ഡീലിറ്റ് ബിരുദം സ്വീകരിച്ച് നടത്തിയ പ്രഭാഷണം ചെവി ഓർക്കുക അന്തിമ കാഹളം എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുമുണ്ട്. സാഹിത്യത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പുറത്തു നിന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ബഷീറിൻ്റെ രചനകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം കാലത്ത് കേരളത്തിനകത്തും പുറത്തും നടത്തിയ യാത്രകളിൽ നിന്നും എത്തിപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്നുമാണ് അദ്ദേഹം കഥകളും കഥാപാത്രങ്ങളൊക്കെ കണ്ടെത്തിയതും അതായത് തൻ്റെ കഥയിൽ അത് ഉൾപ്പെടുത്തിയതും.
സന്യാസിയായും സൂഫി വര്യനായും ബഷീർ ജീവിച്ചിട്ടുണ്ട്. കൈനോട്ടക്കാരൻ, പാചകക്കാരൻ, മാജിക്കുകാരൻ്റെ സഹായി, പിന്നെ ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചർ, ഗേറ്റ് കീപ്പർ, ഹോട്ടൽ ജീവനക്കാരൻ തുടങ്ങിയ നിരവധി ജോലികൾ അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളുടെ സമ്പന്ന ശേഖരത്തോടെയാണ് അദ്ദേഹം എഴുത്തിൽ നിലനിൽക്കുന്നത്. അതെല്ലാം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ വർണ്ണനകളും. ജീവിതത്തോട് വളരെ അടുത്ത് നിന്ന് രചന നടത്തിയ ചെറുകഥയിലെ നവോത്ഥാന കാലത്തിൻ്റെ പ്രതിനിധിയാണ് ബഷീർ. അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു എസ്.കെ. പൊറ്റക്കാട്, ഉറൂബ്, കെ. സരസ്വതി അമ്മ തുടങ്ങിയവരൊക്കെ. ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് കഥയെ സമീപിച്ചിട്ടുള്ളത്. സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും മൂല്യത്തെ അവർ പുനർനിർമ്മിച്ചു. അതേപോലെ തന്നെ കഥാകാലത്ത് വരച്ചു വെക്കുന്നു എന്നൊരർത്ഥത്തിൽ സമൂഹത്തിൽ സമൂഹത്തെ എഴുതുകയാണ് ഈ ആധുനിക നവോത്ഥാന കഥാകൃത്തുക്കളൊക്കെ ചെയ്തിരുന്നത്. അത് ഇവർ ചെയ്തിട്ടുണ്ട്. പച്ചയായ ജനജീവിതം ആ കഥകളിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. നവോത്ഥാന കഥ എഴുത്തുകാർ മാനുഷികതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് കഥകളെല്ലാം രചിച്ചിരുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെയും ദേശീയ സമരത്തിൻ്റെയും ആവേശം, സാമൂഹിക പരിഷ്കരണ ത്വരയും കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വൈലാലിൽ വീട്ടിൽ താമസമാക്കിയതോടെ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നും വിളിക്കപ്പെട്ടു. ബഷീർ 1994 ജൂലൈ 5 മരണപ്പെട്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ പൂമ്പഴം എന്ന കഥയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ രാമുഖം വന്നോണം എന്ന് പറയുന്ന ഒരു ഭാഗം സുഖല്യ വായിക്കാൻ ഉള്ളിൽ, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ സംസാരത്തിൽ, സോറി. ഈ പൂമ്പഴം എന്ന കഥ താൻ മനസ്സായിട്ട്, അതായത് തൻ്റെ മനസ്സുകൊണ്ട് അങ്ങോട്ട് എഴുതുന്നതല്ല. കാരണം മറ്റൊരു തൻ്റെ ഭാര്യയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ മനസ്സായിട്ട് എഴുതുന്നതല്ല. അവിടെ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഉപദ്രവം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജമീല ബീബിയെ പറ്റിയുള്ള ഈ കഥ എഴുതുന്നതെന്ന് പറഞ്ഞിട്ടാണ് പൂമ്പഴം എന്ന കഥ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. സ്കൂൾ ഫൈനൽ മാത്രം പഠിച്ച, അതായത് സ്കൂളിലെ ഫൈനൽ ക്ലാസ് വരെ മാത്രം പഠിച്ച അബ്ദുൽ ഖാദറും ബിഎക്കാരിയായ ജമീല ബീവിയും തമ്മിലുള്ള കല്യാണത്തിന് അക്കാരണം കൊണ്ട് തന്നെ ഒരു അഭംഗിയുണ്ട് എന്നാണ് ബഷീർ പറയുന്നത്. അത് രണ്ടുപേരുടെയും വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള അന്തരം കൊണ്ട് ഒരു അഭംഗിയുണ്ട്. 4th ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ഒരുമിച്ച് പഠിച്ചതാണ് രണ്ടാളുകളും, ജമീല ബീവിയും ഖാദർ സാഹിബും. അക്കാലത്ത് തന്നെ താൻ ബീബിയിൽ അനുരക്തനായിരുന്നു എന്ന് ഖാദർ പറയുന്നുണ്ടെങ്കിലും ബീവി എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. അത് പച്ചക്കള്ളമാണ് എന്നാണ് ബീവി പറയുന്നത്. നാട്ടിലെ പല ചെറുപ്പക്കാരും ജമീല ബീബിയിൽ അനുരക്തരായി ക്യൂ നിൽക്കുമ്പോഴാണ് അബ്ദുൽ ഖാദർ ഒരു ദിവസം ജമീല ബീബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ബീബിയുടെ ബാപ്പയുടെ ബീഡി കമ്പനിയിലെ തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാണ് താനെന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ബീബിയെ കാണുന്നത്. താൻ ജമീല ബീബിയെ ഗാഢമായി സ്നേഹിക്കുന്നുണ്ടെന്നും തന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ജമീല ബീബിയുടെ എല്ല് തകർക്കുമെന്നും ഖാദർ സംസാരത്തിനിടയിൽ കൂട്ടിച്ചേർത്തു. യൂണിയൻ നേതൃത്വത്തിലെ കമ്പനിയിൽ പണിമുടക്കും ബഹളമൊക്കെ നടക്കുന്നതിനിടയിലാണ് അവരിരുവരുടെയും വിവാഹം നടക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഖാദർ ചുമ്മാ നദി കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജമീല ബീവി തൻ്റെ ഒരാഗ്രഹം ഭർത്താവിനോട് പറയുകയാണ്. ഇങ്ങനെ പിന്നേ എന്ന് പിന്നിൽ നിന്ന് വിളിക്കുകയാണ്. പിന്നേ എന്ന് വിളിയിൽ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ പറയാനുള്ള കുറേ കാര്യങ്ങൾ ഖാദർ സാഹിബ് മനസ്സിൽ കാണുകയാണ്. എന്തൊക്കെയാണ്? പിന്നെ ജെന്റിൽമാനായി നടക്കണം, നല്ല വസ്ത്രം ധരിക്കണം, ഗൗരവത്തിൽ പെരുമാറണം, വീട്ടിലൊരു വേലക്കാരിയെ വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിരിക്കും അവർ പിന്നിൽ നിന്ന് പിന്നെ എന്ന് പറഞ്ഞ് വിളിച്ചതെന്നാണ് ഖാദർ സാഹിബ് ചിന്തിക്കുന്നത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല. ബീബി പറയുന്നത് എന്താണ്? ഒരു പുതിയ കാര്യമാണ്. അതായത് 2 പൂവമ്പഴം വേണം. അതായത് വരുമ്പോൾ 2 പൂവമ്പഴം വേണം. പിന്നെന്താണ്? കണ്ടിടത്ത് അലഞ്ഞു നടക്കാതെ വേഗം വരണം. ഈ 2 കാര്യങ്ങളാണ് ആരാവശ്യപ്പെടുന്നത്? ജമീല ബീവി ഖാദർ സാഹിബിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജമീലയുടെ ആദ്യത്തെ ഒരു ആവശ്യമാണുള്ളത് കല്യാണം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അത് നിർവഹിച്ചു കൊടുക്കല്ലാതെ വേറെ തരമില്ല. അതെന്തായാലും നിർവഹിച്ചു കൊടുക്കാൻ തന്നെ ഖാദർ സാഹിബ് തീരുമാനിച്ചു. ചില പെണ്ണുങ്ങളാണെങ്കിൽ പൊന്ന്, പട്ട്, വള, മോട്ടോർ ഡക്കോട്ട, വിമാനം, പെൺസിംഹത്തിൻ്റെ മീശ, ഇതൊക്കെയാണ് ആവശ്യപ്പെടുക എന്നാണ് ആര് പറയുന്നത്? ഖാദർ സാഹിബ് പറയുന്നത്. പക്ഷെ അതൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ജമീല ബീബി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ആശ്വസിക്കുന്നുമുണ്ട് കേട്ടോ. ഖാദർ പുഴവക്കത്തെത്തി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദിയിലൊന്ന് മുങ്ങി. ശേഷം കടയിൽ എത്തിയപ്പോൾ അവിടെ പൂവമ്പഴമില്ല. അന്നേരം പോകാൻ അയാൾ വഞ്ചിയിൽ കയറി. അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വഞ്ചിയിൽ കയറി. കാറ്റും ഒഴുക്കും തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും വഞ്ചി ഒരു വിധത്തിൽ അക്കരെ എത്തി. നല്ല മഴയാണ് അപ്പോഴും. അങ്ങാടിയിലും പൂവമ്പഴമില്ല. അതായത് അക്കരെ എത്തി അങ്ങാടിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും എന്തില്ല, പൂവമ്പഴമില്ല. അവസാനം പഴത്തേക്കാൾ വിലയും വിറ്റാമിനുമുള്ള അദ്ദേഹം എന്ത് വാങ്ങി? മധുര നാരങ്ങ വാങ്ങി പോരാൻ അയാൾ തീരുമാനിച്ചു. സമയം വൈകിയിട്ടുണ്ട്. തോണിക്കാരനെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നുമില്ല, തിരിച്ചിങ്ങോട്ട് പോരണമല്ലോ അതിന്. അപ്പം മൂപ്പർ അവസാനം നീന്താൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ചിരുന്നില്ലെങ്കിൽ തനിക്കിപ്പോൾ എവിടെയെങ്കിലും സുഖമായിട്ട് കയറി കിടക്കാമായിരുന്നു എന്നും ചിന്തിക്കുന്നുണ്ട് അതിനിടയിൽ. ജമീല ബീവി വീട്ടിൽ ഒറ്റക്കാണെന്ന ചിന്തയിൽ റബ്ബിനോട് പ്രാർത്ഥിച്ച് ഖാദർ നീന്താൻ തുടങ്ങുക.
ഒരു വിധത്തിൽ അദ്ദേഹം നീന്തി എത്തി നോക്കുമ്പോഴോ അദ്ദേഹം ഒരു മുളങ്കൂട്ടത്തിലാണ് ചെന്നുപെട്ടത്. ശരീരത്തിലാകെ മുറിവാണ്. നീന്തുന്നതിനിടയിൽ വസ്ത്രം അഴിഞ്ഞു പോയിട്ട് അദ്ദേഹം നഗ്നനുമാണ്. കുറേ നടന്നു മൂപ്പര് വീട്ടിലെത്തുമ്പോൾ ജമീല കഴിക്കാനുള്ള ഭക്ഷണം മുമ്പിൽ വെച്ച് സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വെട്ടുകത്തിയും കയ്യിൽ പിടിച്ച് ഇരുന്നുറങ്ങുകയാണ്. അതാണ് ഖാദർ കാണുന്നത്. മുൻവശത്തെ വാതിൽ ഭദ്രമായി സാക്ഷിയിട്ട് അതിന് പിറകിലൊരു മേശയും മുകളിലൊരു തലയണയും സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ പിറകിലെ ഡോർ എന്ത് ചെയ്തിട്ടുണ്ട്? പിറകിലെ വാതിൽ അടച്ചിട്ടില്ല. അത് മറന്നു പോയിരിക്കുന്നു. ഖാദർ സാഹിബ് ശബ്ദമുണ്ടാക്കാതെ പിറകിലൂടെ കയറുകയാണ്. ഭാര്യയെ വിളിച്ചുണർത്തിയപ്പോൾ എങ്ങനെ ഉള്ളിൽ കയറി എന്നൊരു ചോദ്യം വന്നു. സ്വാഭാവികമല്ലേ? പിന്നിലെ വാതിലടക്കാൻ മറന്നതെല്ലാം മൂപ്പർ പറഞ്ഞു. പക്ഷേ അതൊക്കെ ജമീൽ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. പൂവമ്പഴം ഒരിടത്തുമില്ലെന്ന് പറഞ്ഞ് മധുര നാരങ്ങ ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. തനിക്ക് നാരങ്ങ ഇഷ്ടമല്ലെന്നും അത് കൊണ്ടുവന്ന ആൾ തന്നെ കഴിച്ചാൽ മതി എന്നും ജമീല പറഞ്ഞപ്പോൾ ഇത് കൊണ്ടുവന്ന താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി സാഹിബ് പറയുന്നുണ്ടെങ്കിലും അവർക്കൊന്നും സ്വീകാര്യമായില്ല. ജമീല ബീവി അതൊന്നും സ്വീകരിച്ചില്ല. അവസാനം, അതായത് ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്ന ആളാവുമ്പോൾ നമ്മളങ്ങനെയല്ലേ, സ്വാഭാവികമായിട്ട് അത് വിശ്വസിക്കില്ല. അവസാനം കത്തി കാണിച്ചിട്ടാണ് ബീബിയെ സാഹിബ് നാരങ്ങ തീറ്റിക്കുന്നത്. നാരങ്ങ തിന്നുന്നതിനോടൊപ്പം തന്നെ പണ്ട് നന്നാക്കാൻ ശ്രമിച്ചതിനെ പറ്റി ചോദിച്ചു. അത്തരം കാര്യങ്ങൾ ഇനി പേടിച്ചിട്ടിരിക്കാൻ ജമീല എന്ത് പറഞ്ഞു? അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പും സാഹിബിന് കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടുപേർക്കും രണ്ടുപേരും കിഴവിയും പടുകിഴവനും ഒക്കെ ആയി മാറിയപ്പോഴും അന്ന് പുഴ കടന്ന് താൻ എന്താണ് കൊണ്ടുവന്നത് എന്നയാൾ ചോദിക്കുകയാണ് ജമീല ബീവിയോട്. അത്രയും പ്രായമായപ്പോൾ ജമീല ബീവിയോട് ഖാദർ സാഹിബ് ചോദിക്കുകയാണ്, അന്ന് പുഴ കടന്ന് ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്ന് തന്നത്? പൂവമ്പഴം എന്നായിരുന്നു അവരുടെ മറുപടി. അപ്പോഴും ആ കത്തി കാണിച്ച ഭയം ഉള്ളിലുള്ളതുകൊണ്ട് അത് മധുരനാരങ്ങയാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ജമീല ബീവി പറഞ്ഞിട്ടില്ല. പകരം എന്തേ പറഞ്ഞത്? പൂവമ്പഴമായിരുന്നു കൊണ്ടുതന്നത് എന്നാണ് പറഞ്ഞത്. ഓറഞ്ച് പോലെ ഉരുണ്ട പൂവമ്പഴം, അത് അതിനോട് കൂട്ടി ചേർത്തു. പൂവമ്പഴമാണ് കൊണ്ടുവന്നത്, ഓറഞ്ച് പോലെ ഉരുണ്ട പൂവമ്പഴം എന്നാണ്. ഇങ്ങനെ ഇവരുടെയും സ്വസ്ഥ ജീവിതത്തെ കാണിച്ചു തന്നാണ് കഥ അവസാനിപ്പിക്കുന്നത്. അതായത് എല്ലാ തരത്തിലും തനി ബഷീറിയൻ സ്റ്റൈലിൽ ഉള്ളൊരു കഥയാണ് ഈ പൂവമ്പഴം എന്ന് പറയുന്നത്. ഏതൊരു ദാമ്പത്യ ജീവിതത്തിലും സാധാരണമായ ജീവിത സന്ദർഭങ്ങൾ പോലും ബഷീർ അതിൽ വളരെ സവിശേഷമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഖാദർ സാഹിബിൻ്റെ പ്രണയാഭ്യർത്ഥന എന്നും വിവാഹ ആലോചനയൊക്കെ ഒരുമിച്ച് പറയാവുന്ന ഒരു സംഭാഷണങ്ങൾ പോലും അതിൽ വ്യത്യസ്തമാകുന്നുണ്ട്. എങ്ങനെയാണ്? തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ സാധാരണ ആളുകൾ പറയുന്നതാണ് ആത്മഹത്യ ചെയ്യും, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇവിടെ അതിന് പകരം ഖാദർ സാഹിബ് പറയുന്നത് എന്താണ്? അടിച്ച് ഞാൻ എൻ്റെ എല്ലൊടിക്കും എന്നാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ ജമീലയെ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നുണ്ടെന്ന് അയാൾ ജമീല നടക്കുന്ന റോഡിന് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ BA ഡിഗ്രിയുടെ ഗമയിൽ വീട്ടുജോലി എടുക്കാൻ മടിയുള്ള സ്ത്രീയാണ് ജമീല ബീവി. നാരങ്ങ വടി കാണിച്ചിട്ടും കത്തി കാണിച്ചും തീറ്റുന്നതിനോടൊപ്പം തനിക്ക് പ്രയാസമുണ്ടായിരുന്ന നല്ല നടപ്പ് പോലെയുള്ള നിബന്ധനകളെയും ഖാദർ എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദാക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഭീഷണിയിലൂടെ തന്നെ അതൊന്നും ഇനി ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലോ, അതും ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ കണ്ണീര് കണ്ടാൽ കരളലിയുന്ന, പിന്നെ അതുപോലെ വളരെ സാധുവായ ബുദ്ധിഹീനനായ ഒരു വ്യക്തിയാണ് ഈ ഖാദർ സാഹിബ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ അവിടെ പരിചയപ്പെടുത്തുന്നതും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വയം പരിചയപ്പെടുത്തിയ അദ്ദേഹം ബഷീറിയൻ സവിശേഷമായ പ്രയോഗങ്ങൾ കൂടി ആകുമ്പോൾ എന്താണ് ആ കഥ ഒന്നുകൂടി മനോഹരമാവുക. അദ്ദേഹം തന്നെ അങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഒപ്പം ബഷീറിയൻ കഥ അവതരണ രീതിയും കൂടി ആകുമ്പോൾ കഥയ്ക്ക് ഒന്നുകൂടി ഒരു ഭംഗി വരികയാണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ കഥയെക്കുറിച്ച് പഠിക്കാനുള്ളത്. നല്ലോണം മനസ്സിലാക്കിയിട്ട് വായിക്കുക. അസൈൻമെൻറ്റ് പറ്റുമെങ്കിൽ വോയിസ് കേട്ടിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തുതരാൻ തയ്യാറാണ്. അതിന് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക്സ്.